वालेकुम सलाम। अस्सलाम वालेकुम। वालेकुम सलाम। ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ രാവിലെ സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെ വിളിച്ചു, മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 6:30 മണിക്ക് അവരെ മദ്രസ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 6 മണിക്ക് ഞാൻ കറക്റ്റ് അവരെ വിളിക്കും. എന്നിട്ട് ഫ്രഷ് ആവാനായിട്ട് രണ്ടാളെ അയക്കും. നല്ല തണുപ്പൊക്കെ ആയത് കാരണം എഴുന്നേക്കാൻ നല്ല മടിയുണ്ട് കേട്ടോ രണ്ടാക്കും. അപ്പോൾ അവർ ഫ്രഷായി വരുമ്പോഴേക്കും ഞാൻ അവർക്കുള്ള ചായ റെഡിയാക്കാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ അവർ കട്ടൻ ചായ ആണ് കുടിക്കൽ കേട്ടോ, പാൽ ചായ കുടിക്കില്ല. ചില ടൈം ഞാൻ ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ കട്ടൻ ചായയാണ് അവർക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം ഞാൻ അവരുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കൊടുക്കും. അപ്പം രാവിലെ മദ്രസയിൽ പോകുമ്പോൾ തന്നെ റെഡി ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വീണ്ടും റെഡി ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവരെ മദ്രസയിൽ പോകുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി 2 പേരുടെയും മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. രണ്ടാളിങ്ങനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടും ഉമ്മ വ്ലോഗ് എടുക്കുന്നതാണോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതാണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ടാളും മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. ഇനി അവർക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ട് അവരെ മദ്രസയിൽ കൊണ്ടുവിടണം കേട്ടോ. അപ്പം റോഡിലൊക്കെ മഴ പെയ്ത കാരണം നല്ല ചളിയൊക്കെ ആയതുകൊണ്ട് സൈക്കിളും കൊണ്ട് ഞാൻ അയക്കാറില്ല, എനിക്കെന്തോ ഒരു പേടി കാരണം. അപ്പം ഞാൻ സ്കൂട്ടിയിൽ തന്നെ രണ്ടാളെയും കൊണ്ടുവിടും മദ്രസയിലേക്ക്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ മദ്രസയിൽ കൊണ്ടാക്കാൻ പോകുമ്പോഴേക്കും നല്ല മഴ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവരെ മദ്രസയിൽ കൊണ്ടുവിടണം. അപ്പോൾ മദ്രസയിൽ കൊണ്ടുവിട്ട് വരുന്ന വഴി തന്നെ നല്ല കാറ്റും മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വന്നവിടനെ എനിക്കുള്ള ചായ റെഡിയാക്കിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മ മദ്രസയിലേക്ക് പോന്ന് മഴ വരാൻ പോകും മഴ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് നേരത്തെ ചെയ്ത് വെക്കിട്ട. അപ്പോൾ ചെമ്മീനൊക്കെ മസാലയൊക്കെ പെരക്കി വെച്ചു. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കട്ട് ചെയ്തു. വറുക്കാനുള്ള ആ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ രാവിലെ നമ്മൾക്ക് പണി കുറച്ച് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ കറി ഉണ്ടാക്കുന്നെങ്കിലും രാത്രി കറി ഉണ്ടാക്കി വെക്കും, രാവിലെ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ച് നമുക്ക് ചായ കുടിക്കുമ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് രാവിലെ കുടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പണി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ. അപ്പോൾ ഞാൻ ചായ എടുക്കുന്ന അടുത്തുള്ള വീട്ടിലെ ആൾ വന്നു, അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഇനി മക്കൾക്കുള്ള വെള്ളം ചൂടാക്കണം. അപ്പോൾ അവർ ചെറിയ ചൂടുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കില്ല, പച്ചവെള്ളം മാത്രമേ കുടിക്കൂ. അപ്പോൾ ഞാൻ നേരത്തെ ചൂടാക്കിയിട്ട് അത് തണിയാൻ വെക്കലാണ് കേട്ടോ. അപ്പോൾ തണിഞ്ഞിട്ട് ചൂടാക്കിയിട്ട് നല്ലോണം തണിച്ചിട്ട് വാട്ടർ ബോട്ടിലാക്കി കൊടുക്കുക ചെയ്യൽ കേട്ടോ.
ഞാൻ അവർ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ അവരെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കഴുകി വെക്കാറുണ്ട്. എന്നാലും ഞാൻ മോർണിംഗ് ഒന്നുകൂടി നല്ല ചൂട് വെള്ളം അതിൽ കുറച്ച് ടൈം ഒഴിച്ച് വെക്കും. എന്നിട്ട് വീണ്ടും കഴുകിയിട്ട് വെക്കും കേട്ടോ. ഇനി അവർക്കുള്ള പത്തിൽ റെഡിയാക്കണം. ഞാൻ ഇന്ന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ രണ്ടാളും പറയും നമുക്ക് ചോറ് വേണ്ട, പത്തിൽ മതിയെന്ന്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിക്കാതെ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ പത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ബീറ്റ്റൂട്ട് വറുത്തതും പിന്നെ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കുറച്ചിങ്ങനെ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കറി അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. കറി അങ്ങനെ കൂട്ടൽ കുറവാണ് അവർ കേട്ടോ. അപ്പോൾ ഞാൻ പത്തിൽ ചുട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കണം. അപ്പം അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി അവർക്കിപ്പോൾ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ആക്കണം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടും പത്തിൽ കൊടുത്തിട്ട് വേഗം പത്തിൽ വയ്ക്കുമ്പോൾ അവർക്കൊരു മടുപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഴം വാട്ടുമ്പോൾ നല്ല ഡ്രൈ ബ്രൗൺ കളറാക്കിയിട്ട് അവർക്ക് വാട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ കഴിക്കൂല, ഇല്ലെങ്കിൽ പറയും വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ പോകും. അപ്പോൾ ഞാൻ നല്ലോണം ബ്രൗൺ കളറാക്കി എഗ്ഗൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തിട്ട് കൊടുക്കും കേട്ടോ. എന്നാൽ മാത്രമേ രണ്ടാളും കഴിക്കൂ. അത് കഴിഞ്ഞ് അത് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അവരെ മദ്രസയിലേക്ക് കൂട്ടാൻ പോയിട്ടാണ് 8:30 മണിയാകുമ്പോൾ. മദ്രസൊക്കെ വിട്ട് പുറത്തെത്തി. നമുക്ക് മദ്രസ കഴിഞ്ഞാൽ സ്കൂള്, മദ്രസ കഴിഞ്ഞാൽ സ്കൂളിൽ, പിന്നെ മദ്രസ, പിന്നെ എപ്പോഴും അതേപോലെ തന്നെ സമയം പോലും കിട്ടാറില്ല. ഫസ്റ്റ് മദ്രസ, പിന്നെ സ്കൂള്, പിന്നെ ആദ്യമേ മദ്രസ, പിന്നെ അത് കഴിഞ്ഞ് ഹോംവർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു 8 മണി 9 മണി, കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് 10 മണി. പിന്നെ നമ്മൾ തിന്നാൻ പോകുന്നത് നമുക്ക് ആയിവാട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് എൻ്റെ മുടി മക്കൾ മുടി നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതാണ്. എൻ്റെ മുടി ഇതാണ്. ചെറുതാണ്. അപ്പം നമുക്ക് ഒന്ന് കഴിഞ്ഞു. ഇനി വായിച്ചെടുക്ക. മദർത്ത് കഴിഞ്ഞ പാട്, സ്കൂൾ കഴിഞ്ഞ പാട്, ഓക്കെ മദർത്ത് അത് കഴിഞ്ഞ പാട്, പഠിച്ചതായി കഴിഞ്ഞാൽ കുന്നലും റിപ്പീറ്റ് ആയി വരുത്താനത് റീസൈക്കിൾ ഓഫ് ലൈഫ്. അങ്ങനെ നമുക്ക് പറയാം റീസൈക്കിൾ ഓഫ് ഓറഞ്ച് അലേർട്ടൊന്നും ഇതുവരെ ആയിട്ടില്ല ഗൈസ്. റെഡ് അലേർട്ട് അനങ്ങിട്ടൊക്കെ അല്ലേ. മഴ കൂടുതലായിട്ട് ഈ മാസം പെയ്തിട്ടില്ല. ആകെ 2-3 ദിവസം പെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ലീവും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനി അവർക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ടാകും. കാരണം അവിടെ നിന്ന് ഇത് പീസാക്കാൻ നിന്നിട്ട് അവരെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ സ്നാക്സിന് ഞാനൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഓരോ ആപ്പിൾ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇവളെ കുറച്ച് കൊഞ്ചിക്കൊക്കെ വേണം കേട്ടോ. അവളെ കുറച്ച് കൊഞ്ചൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവളിങ്ങനെ കൊഞ്ചിക്കുമ്പോൾ മറ്റവൾ പറയും ഉമ്മ തന്നെ ഇവളെ കൊഞ്ചിച്ചിട്ട് വഷളാക്കുന്നൊക്കെ പറയൂ കേട്ടോ.
ഗായ്സ് ഇറങ്ങുന്നതിന് മുമ്പേ മഴ പെയ്തു. നല്ല മഴ പെയ്യാൻ തുടങ്ങി. എന്നൊരു 10 മിനിറ്റ് ഉണ്ട് സ്കൂൾ ബസ് വരാൻ. അപ്പം ബസ്സിൻ്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവിടാന്ന് കേട്ടോ. അപ്പോൾ റോഡൊക്കെ നല്ല ചളി ആയിട്ടുണ്ട്. മഴ പെയ്താൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് ഈ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുമ്പോൾ ഇവിടെ നല്ല ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടി നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഇതിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. വലൈക്കും അസ്സലാം. നേരെ പിടിക്ക, കിറ്റ് നേരെ പിടിച്ച. നമ്മൾ ചിരിക്കുന്ന ബസ്സാണ്. മുടിയെല്ലാം നേരെയാക്ക്. എന്തോന്നത് ഉള്ളിലാക്കിയ നമ്മളെ ബസ്സിന്റെ ഫേസ് ഒന്ന് കാണണം. നമ്മളെ ബസ്സിന്റെ ഫേസ് ചിരിക്കുന്നത്. വാ മക്കളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം വീട്ടിലേക്ക് വന്നോട്ടാ. അപ്പം ഞാനിത് എൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ നോക്കാമെന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പൂവൊക്കെ പിടിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റേതായ കുറച്ച് ജോലികളിലൊക്കെ ആയി. അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ടൈം ഒന്ന് കിടക്കും കേട്ടോ. കിടന്നിട്ട് ഒന്നെങ്കിൽ റീൽസൊക്കെ ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ കുറച്ച് ടൈം ഉറങ്ങും, എന്തെങ്കിലും ചെയ്യും. പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ എഴുന്നേക്കും. പിന്നെ ഇക്കാൻ്റെ കോള് വരും, പിന്നെ ഇക്കാനോട് സംസാരിച്ചിരിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.